GST നിരക്ക് പരിഷ്കരണം ചർച്ച ചെയ്യാൻ നിർണായക കൌൺസിൽ യോഗം ദില്ലിയിൽ ചേരും. തുണിത്തരങ്ങൾ, സിമന്റ്, പാക്കറ്റിലാക്കിയ ഭക്ഷണം തുടങ്ങിയവയുടെ നിരക്ക് കുറയ്ക്കാൻ സാധ്യത. എന്നാൽ പരിഷ്കരണത്തിൽ ആശങ്കയറിയിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ രംഗത്തെത്തി. സംസ്ഥാനങ്ങളുടെ നഷ്ടം നികത്താനും കേന്ദ്രം പദ്ധതി തയ്യാറാക്കണം എന്നാണ് ആവശ്യം. PR സുനിൽ ചേരുന്നു ദില്ലിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് PR സുനിൽ. ഡൽഹിയിൽ പൂരാടമാകുമ്പോഴേക്കും എന്തായി ഓണമൊക്കെ എന്നുള്ളത് ആദ്യം പറയൂ. അതിനുശേഷം ഈ GST പരിഷ്കരണം അത് സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രതീക്ഷ വെക്കേണ്ടതില്ല എന്നതാണോ നിലവിലത്തെ സാഹചര്യം? യോഗത്തിൽ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് ചർച്ചാ വിഷയമായി? സുജിയ, ഗുഡ് മോർണിംഗ്. ദില്ലിയിൽ മലയാളികളുടെ ഓണം വളരെ ഉഷാറായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പല മേഖലകളിലും ദില്ലി മലയാളി അസോസിയേഷനുകളൊക്കെ തന്നെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കേരള ഹൗസിലെ ഓണാഘോഷ പരിപാടിയും ഓണസദ്യയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഏതായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കാണിക്കുന്നുമുണ്ട്. ഏതായാലും GSTയിൽ എന്ത് മാറ്റം വരാൻ പോകുന്നു എന്നതാണ് രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് GSTയിൽ വലിയ പരിഷ്കാര നടപടികൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. GSTയിലെ നിലവിലുള്ള സ്ലാബുകൾ എന്നത് 5%, 12%, 18%, 28% എന്നതാണ്. ഇതിൽ 12% നികുതിയും അതുപോലെ തന്നെ 28% നികുതി സ്ലാബുകളും എടുത്തു കളഞ്ഞുകൊണ്ട് 12% നികുതിയുടെ പരിധിയിൽ വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളെയും 5%ലേക്കും 28% നികുതിയുടെ പരിധിയിൽ വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളെയും 18%ലേക്കും മാറ്റുക എന്ന നീക്കത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. പുതുതായി ഒരു 40% നികുതി എന്ന സ്ലാബ് കൂടി കൊണ്ടുവരുന്നുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ ഒക്കെയാണ് ഈ 40% നികുതിയിലേക്ക് മാറുക. അപ്പോൾ ഈ നികുതി പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ നഷ്ടം എങ്ങനെ പരിഹരിക്കും എന്നതാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ചോദിക്കുന്നത്. ഇന്നും നാളെയുമായിട്ടാണ് GST കൗൺസിൽ യോഗം ദില്ലിയിൽ ചേരുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനമന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ദില്ലിയിൽ യോഗം ചേർന്നുകൊണ്ട് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യം ആലോചിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഒരു കുറിപ്പ് ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ കുറിപ്പ് ഇന്ന് GST കൗൺസിൽ യോഗത്തിൽ വയ്ക്കും. ഏതായാലും നഷ്ടം നികത്തുന്ന കാര്യത്തിൽ ഒന്നുകിൽ 40% പരിധിയിൽ വരുന്ന നികുതികൾക്ക് മുകളിൽ ഒരു സെസ് ചുമത്താൻ അനുവദിക്കണം. അതല്ല എങ്കിൽ 5 വർഷത്തേക്ക് സംസ്ഥാനങ്ങളുടെ നഷ്ടം നികത്താനുള്ള ഒരു ഫോർമുല കേന്ദ്ര സർക്കാർ തയ്യാറാക്കണം എന്ന് ഈ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഈ നികുതി ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് GST തന്നെയാണ് പ്രധാനപ്പെട്ട വരുമാന മാർഗം. അപ്പോൾ അങ്ങനെയുള്ള വരുമാന മാർഗത്തിൽ കുറവുണ്ടാവുന്നത് സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രഹരമാകും. അത് പരിഹരിക്കാനുള്ള നടപടികൾ കൂടി വേണം എന്നതാണ് സംസ്ഥാന സർക്കാരുകളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ചൂടുപിടിച്ച ചർച്ചകൾ തന്നെയായിരിക്കും ഇന്നും നാളെയുമായി ദില്ലിയിൽ നടക്കാൻ പോകുന്നത്.